ഷേപ്പ്ലെസ് തന്നെ പറയാം പ്ലോട്ട്. അങ്ങനെ ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള പ്ലോട്ടായിരുന്നു. പ്രോജക്റ്റ് നമ്മൾ ആദ്യം പറയുന്നത് ഇതുപോലെ ഒരു പ്ലോട്ട് ഉണ്ട്, വീട് പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്ലോട്ട് കാണിക്കുന്നത്. നമ്മളിത് തീരുന്നവരെ ക്ലയന്റിനോട് ഇതെന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യാനാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ ഔട്ടർ വാളിലാണ് ചെയ്യുന്നത്, കോമ്പൗണ്ട് വാളിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇവർക്ക് വലിയൊരു കിച്ചൺ വേണം എന്നില്ല, പക്ഷെ എല്ലാ സാധനങ്ങൾക്കുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി വേണം എന്നാണ്. ഇതിൽ ഈ ഹെഡ് വാളും ഇതിന്റെ കളർ സ്കീമും സീലിംഗും എല്ലാം ഒന്നിനൊന്നും മെച്ചം എന്ന് പറയാം. പക്കാ സ്ക്വയർ പ്ലോട്ട് അല്ലായിരുന്നു. ഇവിടെ വീട് വെക്കാൻ പറ്റുമോ എന്ന് തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് പ്ലോട്ട് കണ്ടപ്പോൾ തന്നെ മെലഗ്രീൻ അത് ഓക്കെ പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, വീടുണ്ടാക്കാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. സ്ഥലം അന്വേഷിച്ച് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ വീടുണ്ടാക്കാവുന്ന സ്ഥലം, അതിലേക്കുള്ള വഴി, അതിൻ്റെ രൂപം, അതിൻ്റെ ഷേപ്പ്, ഇതെല്ലാം ഒരു കോംപ്ലിക്കേറ്റഡ് ആയ കാര്യം തന്നെയാണല്ലോ. നല്ല ചതുരക്കഷ്ണമായിട്ടുള്ള പ്ലോട്ടിൽ വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിബിൾ അല്ല. കോംപ്ലിക്കേറ്റഡ് ആയ പ്ലോട്ടിൽ മനോഹരമായി വീട് നിർമ്മിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. റെക്കോർഡ് ഇതിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൻ. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീടുകൾ നിർമ്മിക്കണമെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ടീം വേണ്ടേ? മാസ്മർ ഫ്ലോർസ് കാലിക്കറ്റ് ആണ് വന്നിരിക്കുന്നത്. മിലാഗ്രീന, നമസ്കാരം. ഇതുപോലുള്ള ഒരു വെറൈറ്റി വീടിന് വെറൈറ്റി ആയിട്ടുള്ള സ്ഥാപനം വേണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലുള്ള കോംപ്ലിക്കേറ്റഡ് ഏരിയയിൽ എങ്ങനെ ഈ ഒരു ചലഞ്ച് തന്നെ എങ്ങനെ ഏറ്റെടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നമ്മള് സംബന്ധിച്ചിടത്തോളം വെറൈറ്റി ആയിട്ടുള്ള പ്രോജക്ട്സ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഇവർ ഈ പ്രോജക്റ്റ് നമ്മൾ ആദ്യം പറയുന്നത് ഇതുപോലെ ഒരു പ്ലോട്ട് ഉണ്ട്, വീട് പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്ലോട്ട് കാണിക്കുന്നത്. കണ്ടപ്പോൾ തന്നെ അതിന്റെ സ്ലാൻഡിങ് വോൾസ് ഉള്ളത്. ഷേപ്പ്ലെസ് തന്നെ പറയാം പ്ലോട്ട്. അങ്ങനെ ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള പ്ലോട്ടായിരുന്നു. അപ്പൊ നമുക്കത് ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് നമ്മൾ അത് എടുത്തതാണ്. എനിക്ക് നേരെ ഇങ്ങോട്ട് കയറി വരാൻ തോന്നുകയാണ്. എന്താണ് ഈ ചുമരിൽ വരച്ചു വെച്ചേക്കുന്നത്? അതെ, ഇത് ആർട്ട് വർക്ക് ക്ലയന്റിന്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റിയത്. ഇനീഷ്യലി നമ്മളിത് തീരുന്നവരെ ക്ലയന്റിനോട് ഇതെന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യാനാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പക്ഷെ ഇവര് സപ്പോർട്ട് ചെയ്തു. എന്താണെന്ന് ഇവർക്കും അറിയില്ല, ചെയ്യുന്ന ആൾക്കും അറിയില്ല. നമ്മുടെ നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ടായതുകൊണ്ട് അവരെ കൊണ്ട് പറഞ്ഞു ഇൻഡയറക്റ്റ് കൂടെ വന്നപ്പോ അതിന്റെ ഡെപ്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ തന്നെ ഇതായിട്ടാണ്. ഇവിടെ ഈ സ്പോട്ട് ലൈറ്റും കൂടെ വന്നല്ലോ, ഹാങ്ങിങ് ലൈറ്റ് വന്നു അല്ലേ? ഹാങ്ങിങ് ലൈറ്റ് വന്നു. മാഗ്നറ്റിക് ട്രാക്ക് ആണ് നമ്മൾ മുകളിൽ കൊടുത്തത്. മുഴുവനായിട്ട് വുഡൻ WPC ആയിരിക്കും അല്ലേ? അല്ല, WPC നമ്മൾ ലാമിനേറ്റ് തന്നെയാണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം, അതിന്റെ മേലെ കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് വേറെ സ്ഥലത്ത് പാളിപ്പോകും. അതായത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു വീട് നിർമ്മിക്കും ബഡ്ജറ്റ് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മള് അങ്ങ് എല്ലാ മെറ്റീരിയൽ ക്വാളിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഹൈ റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമില്ല. പക്ഷെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഈ ലുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള മെറ്റീരിയൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എടുത്താൽ തീർച്ചയായിട്ടും ആ ബഡ്ജറ്റിൽ നിൽക്കും അല്ലേ? ഓക്കെ, ഇതൊരു വലിയ ഹാളാണ്. ഹാളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഈ ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ പ്ലേസ് ചെയ്തു. ഇതിന്റെ ആംഗിൾ, അതായത് ഈ കാണുന്ന ഏരിയയില് ചുമര് ഇങ്ങനെ ആംഗിളിലാണല്ലോ പോകുന്നത്. കോമ്പൗണ്ട് വാൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതിനനുസരിച്ച് തന്നെ അത് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറും ഇതും അലൈൻ ചെയ്തു. ഡൈനിങ് ടേബിളും അങ്ങനെ പ്ലേസ് ചെയ്തു. ഓക്കെ, സ്റ്റെയറിൽ ഞാൻ ചെറിയൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാ കെർവ് ആയിട്ടുള്ള ഡിസൈൻ. ഇവിടെ ഇങ്ങനെ കെർവ്, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പണിയാണ്. കറക്റ്റ് ആള് ബിജേഷ് എന്ന് പറഞ്ഞ ആളാണ് ചെയ്തത്. അപ്പൊ അവര് നല്ല വൃത്തിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്ത പോലെ തന്നെ വന്നു. അത് പലപ്പോഴും ഇതുപോലുള്ള ഡിസൈനർ എന്തെങ്കിലും ഡിസൈൻ ചെയ്യും, ഈ ലേബർ വന്നിട്ട് കഷ്ടപ്പാടാണെന്ന് പറയാറുണ്ട്. അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡിസൈൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങളുടെ ടീമുകളൊക്കെ നല്ല എക്സ്പെർട്ട് ആണ്. അതെ. ഓക്കെ, നമുക്ക് സ്റ്റെയർ, അണ്ടർ സ്റ്റെയറിൽ നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു പ്ലാന്റർ ബോക്സ് ഇവിടെ വുഡനിൽ കൊടുത്തു അല്ലേ? ഇത് വുഡൻ ആണ്. ഇത് മഹാഗണിയാണ്. സ്റ്റെപ്പും ഇതും ഇതേ വുഡൻ കളറിൽ തന്നെ കൊടുത്തതാണ്. ഓക്കെ, ഇത് ഒന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം കടയിൽ പോയ ഏതെങ്കിലും ഒക്കെ കിട്ടും. ആ ഒരു ഏരിയക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് വെറൈറ്റി ആണോ? അത് ഇങ്ങനെയാണല്ലേ? ഓക്കെ. അതുപോലെ അതിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരു വുഡൻ ആയിട്ടുള്ള ടൈലായിരിക്കും ചെയ്തിരിക്കുന്നത്.
അത് ലാമിനേറ്റ് ആണ്. ഇത് ലാമിനേറ്റ് ആണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഇത് ടൈലാണ്, അതായത് ഫ്ലോറിൽ ചെയ്യുന്ന പോലെ ലാമിനേറ്റ് കൊടുത്തു. അപ്പൊ നമ്മൾ ഇതേ ടൈല് തന്നെ ഈ വോളിലേക്ക് പിടിപ്പിക്കാൻ നോക്കിയാൽ ലേബർ കോസ്റ്റ് കൂടും, മെറ്റീരിയൽ കോസ്റ്റ് കൂടും. അത് സിമ്പിൾ ആയിട്ട് ഇവിടെ കവർ ചെയ്തു എന്നുള്ളതാണ് ഹൈലൈറ്റ്. പിന്നെ ഈ വലിയ ഒരു ഹാളിൽ നിന്ന് തന്നെ നമുക്ക് പറയാനുള്ളത് നല്ലൊരു വാട്ടർ ബോഡി. വാട്ടർ ബോഡി ഇത് അതിനടുത്ത് ഇത് പറയണല്ലോ, അലുമിനിയത്തിലാണല്ലോ ഇവിടെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഇവിടെ ഇത് മാത്രമേ സ്യൂട്ട് ആവുള്ളൂ. നമ്മൾ സ്റ്റീൽ കൊടുത്താൽ സ്ലൈഡിങ് കൊടുക്കാൻ പാടാണ്, നമ്മൾ ഫോൾഡിങ് കൊടുക്കേണ്ടി വരും. പിന്നെ ഈ ഒരു ഭംഗി കിട്ടും. അതെ ഫിനിഷിംഗ് കിട്ടില്ല. ഇവിടെ ഇറങ്ങി നോക്കാലോ. ഓക്കെ, ശരിക്കും നമ്മള് കോമ്പൗണ്ടിലെ ഒരു ആംഗിൾ പോകുന്ന വോളാണ് ഈ കാണുന്നത്. ഇത്ര സ്ഥലമേ ഉള്ളൂ ഇവർക്ക്. ഇപ്പൊ ഈ വർക്ക് ഏരിയന്ന് പുറത്തിറങ്ങാനോ അങ്ങനെ ഒരുപാട് സ്പേസ് ഇവിടെ ഇല്ല. അതുപോലത്തെ ഒരു ചെരിഞ്ഞിട്ടാണ് ഈ പ്ലോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ പലരും ഇതിന്റെ സെന്റ് എത്രയാണെന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലെ? അതൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഔട്ടർ വാളിലാണ് ചെയ്തത്, കോമ്പൗണ്ട് വാളിലാണ് ഇത് നമ്മൾ ചെയ്യുക. പക്ഷെ ഡൈനിങ്ങിന്നും കിച്ചണിനും എല്ലായിടത്തും ഈ വാട്ടറിന്റെ സൗണ്ടും വീഴുന്ന വാട്ടർഫോളിന്റെ ആംബിയൻസും കിട്ടുക എന്നുള്ളത്. അതെ, ഒരു വീടിനൊരു ലൈവ്നെസ് നമുക്ക് കിട്ടും. അതാണ് ഈ കാണുന്നത്. നല്ലൊരു വാട്ടർ ഫീച്ചർ കൊടുത്തു. ഇത് സ്റ്റോണിൽ ചെയ്തു, സ്റ്റോൺ ക്ലാഡിംഗ് ആണ്. സ്റ്റോൺ ക്ലാഡിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വീടിനകത്തേക്ക് തന്നെ കയറാം. ഇവിടെ അടുത്ത് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കിച്ചൺ അല്ലെ, അടിപൊളിയായിട്ടുള്ള മോഡുലാർ കിച്ചൺ എന്ന് പറയുമ്പോൾ ഇത്രയും ചെറിയ സ്പേസ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അല്ല, കിച്ചണിന് നമുക്ക് വളരെ ചെറിയ സ്പേസ് ആണ് കിട്ടിയത്. ഇവർക്ക് വലിയൊരു കിച്ചൺ വേണം എന്നില്ല, പക്ഷെ എല്ലാ സാധനങ്ങൾക്കുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി വേണം എന്നാണ്. ഇത് നമ്മൾ ചെയ്ത് വന്ന സമയത്ത് ഇവർ പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ചെറുതായോ, തീരെ ചെറുതായോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇല്ല, ഫിനിഷ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരുപാട് ചെറിയ കിച്ചൺ ആണെങ്കിലും ഇതിന്റെ ഇന്റീരിയർ ചെയ്യാൻ വന്ന നമ്മുടെ ടീം പറഞ്ഞു എല്ലാ സാധനങ്ങൾക്കും, കട്ട്ലറി മുതൽ ടാൻഡം ബോക്സ് മുതൽ എല്ലാ സ്പേസും, ഈവൻ നമ്മൾ ടോൾ യൂണിറ്റ് വരെ ക്രോക്കറിക്ക് വരെ ഉള്ളത് വരെ ഇതിന്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, മാക്സിമം സ്റ്റോറേജ് ഇതാ മേലേക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വെറൈറ്റി ടൈലുകളൊക്കെ അന്വേഷിച്ച് ഒരുപാട് ഒരുപാട് 5-6 ഷോപ്സിൽ കയറിയിട്ടാണ് നമ്മളത് പല സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തുനിന്ന് എടുത്ത് പോവാന്നുള്ളതല്ല. ഓക്കെ, ഇവിടെ 45-ലാട്ടോ അത് ചെയ്തിരിക്കുന്ന വൈറ്റ് ടൈലിനെ. അടിപൊളിയായി. ഇനി ഇതാ കിച്ചൺ അങ്ങ് പോവാണ് അല്ലെ? ക്രോക്കറി ഷെൽഫ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വുഡ് മെറ്റീരിയൽ എന്തൊക്കെയാണ്? ഓക്കെ, ഇപ്പൊ ഇതില് ബഡ്ജറ്റ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട അക്രിലിക് ആയിരുന്നു നമ്മുടെ മൈൻഡില്. പിന്നെ ബഡ്ജറ്റിന് വേണ്ടി നമ്മളത് ലാമിനേറ്റ്സിലേക്ക് മാറ്റി. ഓക്കെ, കിച്ചണിനെയും വർക്ക് ഏരിയനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. അതിന്റെ ഉള്ളിൽ ഇവർക്ക് ഫ്രിഡ്ജ്, ഇതിവിടെ സ്റ്റോറേജ്, അത് മറ്റേ ബ്രൂമും സ്റ്റിക്കും ഒക്കെ വെക്കാനുള്ള ഹിഡൻ സ്പോട്ട്. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്തേക്ക് ഒരു വർക്കിംഗ് കിച്ചൺ ഉണ്ട്. ഇതൊരു പിങ്ക് കളറില് ടച്ചിലാണല്ലോ വന്നിരിക്കുന്നത്. അതെ 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 അത് അവരുടെ വൈഫിന് അങ്ങനെ ഒരു വെറൈറ്റി കളർ വേണം എന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. ഒരു പർപ്പിൾ തന്നെയാണ് അല്ലേ? അതെ, പർപ്പിളും ബ്ലൂയിഷ് പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു സ്പെഷ്യൽ കളറാണ്. പക്ഷെ ഇതിലേക്ക് നല്ല കളർ കോമ്പിനേഷൻ വന്നു. ഇനി ഇതാ പുറത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് ഇതാ വീണ്ടും നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് തന്നെ എത്തി. അതായത് ആ മെയിൻ ഹാളിലേക്ക് എത്തി. എന്താ വെച്ചാൽ വീടുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരിക്കാം ഇവിടുത്തെ ആൾക്ക്. എന്നാൽ ഓപ്പൺ കിച്ചൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ലിവിംഗിലേക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വന്നത്. അതായത് നമുക്ക് ഈ വീടിന് ചുറ്റി നടക്കുന്നതിന് പകരം കിച്ചണിലൂടെ ചുറ്റി നടക്കാനുള്ള ഓപ്ഷൻ ഇല്ല പ്ലോട്ടിന്റെ ഒരു ഇത് വെച്ചിട്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്കത്. ഇതിന്റെ ഡിസൈൻ അങ്ങനെയാണ് കിടക്കുന്നത്. ലിവിംഗിലാണ് വന്നിരിക്കുന്നത്. ഒരു വുഡൻ ആയിട്ടുള്ള സെപ്പറേഷൻ കൊടുത്തു, സീലിംഗിൽ ഒരു വുഡൻ ടച്ച് കൊടുത്തു, ഒരു മാച്ചിങ് അവിടെ കൊടുത്തു. ഈ ഒരു ഏരിയ എന്താണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി? ഇതൊരു ഇനീഷ്യലി നമ്മളിത് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സി ഷേപ്പ് ആയിട്ടുള്ള ലിവിംഗ് ആയിരുന്നു നമ്മുടെ ഡിസൈനിൽ ഉണ്ടായിരുന്നത്. TV യൂണിറ്റ് ഇവിടെ ഇല്ല നമുക്ക്. TV വന്നിട്ട് നമുക്ക് അപ്പർ ലിവിംഗിലും പിന്നെ ബെഡ്റൂംസിലായിരുന്നു ടിവിയുടെ പ്ലേസ്മെന്റ് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ. പിന്നീട് ക്ലയന്റിന് വേണം എന്നുള്ള റിക്വയർമെന്റിലാണ് ഇവിടെ നമുക്ക് TV വന്നത്. പിന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആർക്കിടെക്റ്റിനോ അല്ലെങ്കിൽ ഒരു ഡിസൈനർക്കോ ഒരു എന്താ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇതുണ്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഇവിടെ ഒരു യെല്ലോ പാലറ്റ് ആണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചത്. പാലറ്റിലേക്ക് ചെറിയ സ്പേസ് ആയതുകൊണ്ട് ഒരു ലൈറ്റ് കളർ ഹൈലൈറ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ഓക്കെ, ഇവിടെ കർട്ടൻസ് എല്ലാം നല്ല റിപ്പിൾ കർട്ടൻസ് കൊടുത്തു, അതിന്റെ ഷിയർ കൊടുത്തു, നല്ല കാർപ്പറ്റിന് ഷേപ്പ് ചെയ്തു അല്ലേ? ഷേപ്പ്ലെസ് പ്ലോട്ട് ആണ്, ഷേപ്പ്ലെസ് കാർപ്പറ്റ് അതിവിടെ എംഫസൈസ് ചെയ്തു. ടിവിയില് നല്ലൊരു വുഡൻ പാനലിംഗ് കൊടുത്തു, TV ഏരിയ അടിപൊളിയാക്കി. ഇപ്പൊ ഈ ഒരു ഏരിയ ഈ പറഞ്ഞ പോലെ ഒരു പ്രിൻട്രസ്റ്റ് ഏരിയ തന്നെയായി മാറി. ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഇടം. ഇനി ഇതാ ഈ ടൈലിലൂടെ എല്ലാം 6x4 ടൈലുകളാണ്. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഇതിന് ഇവിടെ ഗ്രാനൈറ്റ് ആണോ അതോ ഫുൾ ബോഡി ടൈലാണ്? അല്ല, ഇത് 4x2 ടൈലാണ്. പക്ഷെ നമ്മൾ അതിന്റെ ഉള്ളില് അതിനൊരു കോബിൾ സ്റ്റോണിന്റെ പോലെ കട്ട് ചെയ്ത് എൻഗ്രേവ് ചെയ്ത് കൊടുത്തതാണ്. നമുക്ക് അതുപോലെ എക്സ്പെർട്ട് ആയിട്ട്. എന്നിട്ട് ആ ടൈലിന്റെ 10 പീസ് എടുത്ത് നമ്മൾ ഇതിന്റെ ഉള്ളില് മിക്സ് ചെയ്ത് കൊടുത്തത്. ഇവിടെ ഒരു വെറൈറ്റി സ്ഥലം ഉണ്ടല്ലോ, ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു വാക്ക് വേ കൊടുത്തതാണ് ആക്ച്വലി. അതെ, ഇതിപ്പം ഇവരുടെ വർക്ക് ഏരിയ ആണ്. അവിടുന്ന് ഒരാൾക്ക് ഇറങ്ങി ഇവിടെ ഇരുന്ന് റിലാക്സ് ഇരിക്കാം എന്നുള്ളതും അപ്പൊ എല്ലാത്തിലേക്കും ഒരു കണക്ഷൻ കിട്ടുന്നുള്ളത്. ഇവർക്ക്
കിച്ചണും ലിവിങ്ങും തമ്മിൽ കണക്റ്റഡ് ആവരുത് എന്നുള്ളൊരു നിർബന്ധമുണ്ട്. ഓക്കെ, അതിന് ഇടയ്ക്ക് വരുന്ന ഒരു പാസേജ് ആണ് ഈ കാണുന്നത്. അതെ അതെ അതെ. പുറത്തേക്ക് പോവാം. പിന്നെ ഹൈലൈറ്റ് ഉള്ളത് ഇവിടെ ഒരു കോൺ ആയിട്ടുള്ള ആംഗിൾ ആണ്, അതിന് നല്ല രീതിയിൽ അതെ എൽ ഷേപ്ഡ് ആണ്. അപ്പൊ ഒരു ഓപ്പൺ ആയിട്ട് ഫീൽ ചെയ്യും, നമുക്ക് ഈ സ്പേസ് എല്ലാം കൂടെ കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതുപോലുള്ള ഏരിയയിൽ ഒരു വാളാണ് കൊടുത്തെങ്കിൽ എന്ത് സംഭവിച്ചത്, അവിടെയാണ് ഡിസൈനറുടെ തോട്ട് വരുന്നത്. വീടിനകത്ത് നമുക്കൊരു പൂജാ ഏരിയ വേണം അല്ലെങ്കിൽ പ്രെയർ ഏരിയ ഒക്കെ വേണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വരുമ്പോൾ പലപ്പോഴും അത് ഒരു അഭംഗിയായിട്ട് മാറാറുണ്ട്. പക്ഷെ അത് ഭംഗിയിൽ സിമ്പിൾ ആയിട്ട് ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. നമുക്ക് കാണാം ഈ ഒരു വാളിന്റെ അതേ ഐവറി തീമിലേക്ക് ഈ ഒരു ഡിസൈൻ ലാമിനേറ്റ്സ് കൊണ്ടുവന്നു, നല്ലൊരു പൂജാ ഏരിയയായി മാറി. കുട്ടികളുടെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അത് വെറൈറ്റി ആവണല്ലോ. ഇതാ അടിപൊളിയായിട്ടുള്ള കുട്ടികളുടെ ബെഡ്റൂം സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു പർപ്പിൾ കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 ബെഡ് കോട്ടുകൾ അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തു. അതിൻ്റെ ഹെഡ് വോൾ അല്ലെങ്കിൽ ഹെഡ് ബോർഡുകൾ ഇതാ നല്ലൊരു ഫാബ്രിക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കൂടുതൽ ഇഞ്ചുറീസ് ഒന്നും വരാതിരിക്കാവുന്ന രീതിയിൽ തന്നെ അകത്തേക്ക് കയറ്റിയാണ് ഇതിൻ്റെ ബെഡ് കോട്ടുകൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെ നമുക്ക് ക്ലീനബിൾ ആണ്, ഈസി ക്ലീനബിൾ ആണ്, അതിന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ മാക്സിമം സ്റ്റോറേജുകൾ കൊടുക്കുക എന്നുള്ളത് കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് 2 പേർക്കും സെപ്പറേറ്റ് കൊടുക്കുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വാളിന് ജസ്റ്റ് ഒരു പർപ്പിൾ പെയിന്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ സൈഡിൽ ഒരു സ്റ്റഡി ഏരിയ വേണം, അത് കർവ് ഡിസൈൻ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ലാമിനേറ്റ്സിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിങ് ഏരിയ വേണമല്ലോ, സ്വാഭാവികമാണ്. ഡ്രസ്സിങ് ഏരിയ ഭംഗിയായിട്ട് നല്ലൊരു മിറർ കൊടുത്തു. പക്ഷേ മിററിന് പിന്നിൽ ഒരു സ്റ്റോറേജും കൂടെ കൊടുത്തപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചയായില്ലേ. പലപ്പോഴും നമുക്ക് സ്റ്റോറേജ് കുറവ് എന്ന് ഫീൽ ചെയ്യാറുണ്ട് പല വീടുകളിലും. അതിനെ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. വലിയൊരു വാർഡ്രോബ് വൈറ്റ് ലാമിനേറ്റ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സ്റ്റോറേജ്, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. ഈ ഒരു ഗ്രേ പോർഷൻ ഓപ്പൺ ഷെൽഫുകളായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഏകദേശം 3.5 by 3.5 മാത്രമാണ് ഇതിൻ്റെ ഒരു സൈസ് വന്നിരിക്കുന്നത്. കുട്ടികളുടെ റൂമാകുമ്പോൾ വിൻഡോകൾ, വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതും ഭംഗിയായിട്ട് സിമ്പിൾ കേർട്ടൻ റോമനിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു വെറൈറ്റി ബെഡ്റൂം കണ്ടാലോ, മനോഹരമായി ബെഡ്റൂം ചെയ്യണം എന്ന് എല്ലാവർക്കും ആഗ്രഹമാണ്. പക്ഷെ ചെയ്തു വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നല്ലേ. ഇതാ ഈ ഒരു വീടിൻ്റെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം സൈസ് പറയുകയാണെങ്കിൽ 4.5 മീറ്റർ by 4, ഏകദേശം അത്രയാണ് സൈസ് വരുന്നത്. ഇതിൽ ഈ ഹെഡ് വോളും ഇതിൻ്റെ കളർ സ്കീമും സീലിങ്ങും എല്ലാം ഒന്നിനൊന്നും മെച്ചം എന്ന് പറയാം. സാധാരണ രീതിയിൽ പലരും ഡിസൈൻ ചെയ്തു വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് ബാക്കോട്ട് പോകാറുണ്ട്. പക്ഷേ ഇവിടെ ഫ്ലോറിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടൈലുകളാണ് 6 by 4 ചെയ്തിരിക്കുന്നത്. അത് ഇങ്ങോട്ട് വരുമ്പോൾ ടെക്സ്ചർ വർക്കിൽ അടിപൊളിയായിട്ടുള്ള വാളിനെ ഈ ഹൈലൈറ്റ് ചെയ്തു. ഹെഡ് വോളിനെ ഹെഡ് ബോർഡിലേക്ക് വരുമ്പോൾ വുഡൻ തീമിൽ വന്നു. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള മൊറോക്കൻ ടൈൽസ് പാറ്റേണിൽ വരുന്ന ടൈലുകളാണ്. അതുപോലെ വുഡൻ കളറിൽ ഈ ഒരു സ്കീമിലേക്ക് ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിൽ അതിലേക്ക് ഐവറി കളർ വരുന്ന ലാമിനേറ്റ്സും കൂടെ വന്നപ്പോൾ അടിപൊളിയായില്ലേ. പക്ഷെ എടുത്തു പറയേണ്ടത് ഈ കാണുന്ന പ്ലീറ്റഡ് കേർട്ടൻസിൻ്റെ കളറാണ്. യെല്ലോ ഇതിലേക്ക് അങ്ങനെ അങ്ങ് മാച്ച് ആവും നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. പക്ഷേ ഈ ഒരു സ്കീമിൻ്റെ ടച്ച് തന്നെയാണ് ഈ യെല്ലോ. ഒരു കോൺട്രാസ്റ്റ് കൂടിയ കളറാണ് ഇതിലേക്ക് വന്നപ്പോൾ. പക്ഷേ അതിലേക്ക് വരുന്ന ലൈറ്റിലെ നമ്മളെ വാം ലൈറ്റുകളെല്ലാം യെല്ലോ ടച്ച് ആയതുകൊണ്ട് അതിലേക്ക് അങ്ങ് മാച്ച് ചെയ്തു. മേലെ സർക്കിൾ ഡിസൈൻ ആണ് ജിപ്സത്തിൽ ഇവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് മൾട്ടി ലെയർ ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വലിയൊരു വാർഡ്രോബ് കാണാം. വലിയൊരു വാർഡ്രോബിൻ്റെ ആ വലിപ്പം അതിനെ കട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഗ്ലാസ് ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലാണ് വന്നിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു ബൾക്കി ഫീല് വരും. അതിൽ നിന്നുള്ള ഈ ഒരു ഡിസൈൻ അതിനെ കട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ഒരു ക്യാപ്സ്യൂൾ സ്റ്റൈലിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാമിനേറ്റ്സും കൂടെ കൊടുത്തപ്പോൾ ഇത് അടിപൊളിയായി. ബെഡ്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബെഡ് കോട്ടിൻ്റെ കാര്യം തന്നെയാണ്. ബെഡ് കോട്ടിൻ്റെ അക്യുറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഏരിയകളിലൊക്കെ പലപ്പോഴും നമുക്ക് ക്ലീനബിൾ ആണ്. അതുപോലെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം, റഫ് അല്ലാതെ ഇരിക്കാം. അതുപോലെ ഇരിക്കുമ്പോൾ കുഷൻ സപ്പോർട്ട് വേണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ വീടിൻ്റെ ബെഡ്റൂം ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും പിന്നീട് ഒരു റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ വീട്ടിനകത്ത് ബെഡ്റൂം ചെയ്യുമ്പോഴും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗാലറി ഫീല് കിട്ടുന്ന രീതിയിൽ ആ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഹാളിൽ നിന്ന് ഒരു കോർണറിലൂടെയാണ് ഇതിൻ്റെ ഒരു പാസേജ്. മഹാഗണി വുഡിലാട്ടോ ചെയ്തിരിക്കുന്നത്, മെറ്റൽ സ്ട്രക്ചറാണ്. അതുപോലെ ഈ ഒരു വോളെല്ലാം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിൻ്റ് ആണ് ഏറ്റവും നല്ല രീതിയിൽ. പക്ഷേ അട്രാക്ഷൻ നിങ്ങളെല്ലാവരും നോക്കുന്നത് ഈ ലൈറ്റുകളിലേക്കായിരിക്കും. ലൈറ്റുകളുടെ ഒരു മൂൺ ലൈറ്റ് ഏറ്റവും നല്ല രീതിയിൽ, സാധാരണ ഒരു ഷാൻഡിലിയറൊക്കെ കൊടുത്ത് നമുക്ക് ഇത് ഒതുക്കായിരുന്നു. പക്ഷേ ഇത്രയും വലിയ ഒരു ഹാളിനെ എങ്ങനെ അങ്ങനെ ഒതുക്കാൻ പറ്റും, അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൂൺ ലൈറ്റ് നേരെ എൻ്റർ ചെയ്യുന്നത് വലിയൊരു ഹാളിലേക്കാണ്. അട്രാക്ഷൻ ഈ കാണുന്ന ഊഞ്ഞാൽ തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ട ഈ ഒരു ഊഞ്ഞാൽ ഈ ഒരു ഏരിയനെ ഏറ്റവും നല്ല രീതിയിലാക്കുന്നു. വലിയൊരു ഹാളിൽ കോമൺ ആയിട്ട് നമ്മൾ ഒരു പൊസിഷനിൽ ചെയർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ഒരു ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. പക്ഷേ
വലിയൊരു സ്പേസ് ആയിട്ടാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഹൈലൈറ്റ്. പക്ഷേ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്ലാസ്സിലേക്കായിരിക്കും. ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് തന്നെ കൊടുത്തിട്ടുണ്ട്. 12 mm ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് നല്ലൊരു വ്യൂ താഴേക്ക് കിട്ടും. അതുപോലെ മെറ്റലിൽ CNC വർക്കാട്ടോ ഈ കാണുന്നത്. ഇത് ഈ ഒരു ഏരിയയിലേക്ക് നല്ല വെന്റിലേഷൻ കിട്ടുന്നതിന് സഹായകമായി. അതുപോലെ മേലെ പെർഗോളാസ് ഗ്ലാസ്സിൽ കൊടുത്തു. നല്ല വെളിച്ചം ഇവിടെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു റോമൻ സ്റ്റൈലിലെ ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്, ഇംഗ്ലീഷ് സ്റ്റൈലിൽ. അതുപോലെ സ്റ്റഡി ഏരിയ ഈ ഒരു ഭാഗത്ത് സിമ്പിളായിട്ട് പ്ലേസ് ചെയ്തു. നല്ല ലാമിനേസ് ഗ്രേയിലും വുഡിലുമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു സ്പെഷ്യൽ ഇടം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഊഞ്ഞാലിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ചുറ്റിലൂടെ നടക്കാം. അതുപോലെ ഒരു ഫ്രീ ടൈമിൽ ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു ബേ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 സിറ്റിങ്ങും എക്സ്ട്രാ കൊടുത്തു. ഒരു കംഫർട്ടായിട്ട് നമുക്ക് ഒരു റിലാക്സ് ചെയ്യാം, ഫാമിലി ഗ്യാതറിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു ഹാള് മാറി എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഈ ഒരു ആർട്ട് വർക്കും ലൈറ്റുകളും പെർഗോള ഡിസൈൻസ് ഒക്കെ ഇതിന് അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. പുറത്തേക്കൊരു വഴി ഇതിലേ വരുന്നുണ്ട് കേട്ടോ. മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെയാണ് മേലെയുള്ള റൂഫിലേക്കൊക്കെ പോകാനുള്ള പാസേജ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ എന്താ ഭംഗിയില്ലേ. എക്സ്ട്രാ ലൈറ്റ്സ് കുറേ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം വലിയ ഹാളാണ്, മാക്സിമം ലൈറ്റ് സപ്പോർട്ട് വേണം എന്നൊക്കെ തോന്നുമ്പോൾ ഇതുപോലുള്ള ലൈറ്റുകൾ നമുക്ക് വേണ്ടി വരും. അതിനെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ചലഞ്ചിങ്. ഫാമിലി ഫോട്ടോസൊക്കെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ബെഡ്റൂം ഭംഗിയാക്കണം എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബെഡ്റൂമാണ്. എന്താ ഭംഗിയില്ലേ, സിമ്പിളായിട്ട് ചെയ്തിരിക്കുകയാണ്. അധികം സൈസൊന്നുമില്ല, ഏകദേശം 3.5 മീറ്റർ സൈസേ വരുന്നുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ് കോട്ട്, അതിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരു ലൂവർ സ്റ്റൈലിലെ ഒരു ഹെഡ് ബോൾ. ആ ഹെഡ് ബോളിനെ കണ്ടിന്യൂ ചെയ്യുന്നത് കണ്ടില്ലേ വാൾപേപ്പറിൽ. ഏറ്റവും പ്രധാനമായിട്ട് ഡിസൈനർ ശ്രദ്ധിച്ചത് ഇതിലെ കളർ സ്കീമാണ്. ഒരിക്കലും നമുക്ക് ഈ ഒരു കളറിനെ മോശം പറയാനുള്ള, ടിഫാനി കളറിലേക്ക് കുറച്ച് ഡാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഐവറി കളർ ഏറ്റവും നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്നതാണ് ടിഫാനി. അതുകൊണ്ട് ഐവറി വോള്, സാധാരണ പ്ലെയിൻ വോളിന് വൈറ്റ് അടിക്കുന്നതിന് മാറിയിട്ടാണ് ഒരു ഐവറി ടച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന റോമൻ ബ്ലൈൻസ് ആയിട്ടുള്ള കേർട്ടൻസ്, അതുപോലെ ഫാബ്രിക്കുകൾ, കുഷ്യൻസ്. ഇനി സൈഡ് ടേബിൾ കണ്ടില്ലേ, ലൈറ്റ് കളർ ഐവറിയിൽ അല്ലെങ്കിൽ ലൈറ്റ് കളറിലെ ടിഫാനിയിലൊക്കെ വന്ന നല്ലൊരു കളറാണ്. അപ്പോൾ കളർ സ്കീം ചൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. നല്ലൊരു കളർ ചൂസ് ചെയ്യുക, അതിൻ്റെ കോമ്പിനേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏത് റൂമും അടിപൊളിയാക്കാൻ പറ്റും. ഇതിൻ്റെ ഈ ഒരു ബെഡ് കോട്ട് കണ്ടില്ലേ, കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്തതാണ്. അതിലും ഫാബ്രിക് ടച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഈസി ആയിട്ട് ക്ലീനബിൾ ആണ്, കംഫർട്ടാണ്. അതുപോലെ ഇതുപോലുള്ള റൂമുകൾ കുട്ടികൾക്കാകുമ്പോൾ നമുക്കറിയാം എക്സ്ട്രാ ടേബിൾ, കൗണ്ടർ ടേബിളുകൾ വേണ്ടി വരും. അതൊക്കെ ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്നത് ആ വാർഡ്രോബ് അല്ലേ. വാർഡ്രോബ് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. നല്ല രീതിയിലുള്ള ഗ്ലാസ് വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു ഡ്രസ്സിങ് ഏരിയ ഒരു ഡി ഷേപ്പ് ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലുള്ള റൂമിന് ടച്ച് ടോയ്ലറ്റ് നിർബന്ധമാണല്ലോ. അതായത് ഒരു ഗ്രീൻ കളറിലാണ് ഒരു ഗ്രീൻ ടച്ച്, അതായത് ഈ കളർ സ്കീമിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ഇംഗ്ലീഷ് ഡോറുകൾ നമ്മൾ എക്സ്റ്റീരിയറിൽ നിന്ന് കാണുമ്പോൾ നല്ലൊരു ബാൽക്കണിയിൽ കാണുന്ന ആ ഡോറുകളാണ്. അപ്പോൾ ഇതിലേക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഡിസൈൻ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു മൊറോക്കൻ പാറ്റേണോട് കൂടിയ ഒരു ബാൽക്കണി നമുക്ക് നല്ലൊരു വ്യൂവും കിട്ടും. ഗ്ലാസ് ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റൂമുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ കളറിന് പ്രാധാന്യം നൽകുക. മെസ്മർ ഫ്ലോർസ് ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു റൂമിൽ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ പറഞ്ഞാൽ തീരില്ല. ഇതിന് എക്സ്റ്റീരിയറിലേക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിൽ നല്ലൊരു ഇംഗ്ലീഷ് സ്റ്റൈൽ ഡോർ ഇവിടെയും കൊടുത്തിരിക്കുകയാണ്. മെറ്റലിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാൽക്കണിയിലെ മെയിൻ ബാൽക്കണി, വലിയ ബാൽക്കണി എന്ന് പറയാം. ഈ സൈഡിലാണ് നമ്മൾ ആ റെഡ് പോർഷൻ അല്ലെ ബർഗന്തി പോർഷൻ കണ്ടിരുന്നത്. ടൈലുകൾ കണ്ടില്ല, ഒരു സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു മാച്ച് ചെയ്യുന്ന രീതിയിൽ വൈറ്റ് കളറിലെ ചെയർസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഫ്രീ ടൈമിൽ ഒരു ബെഡ്റൂം എക്സ്ട്രാ എപ്പോഴും നമ്മൾ വീട്ടിൽ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഫർണിഷിങ് ഇൻറ്റീരിയർ കൂടുതലൊന്നും വേണ്ടി വരില്ല. പക്ഷേ ഇത് മൾട്ടി പർപ്പസ് റൂമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹെഡ് വാൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ടറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാളിലേക്ക് നല്ലൊരു TV സ്ക്രീൻ വരും. ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു ഷെൽഫുകൾ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ബെഡ് കോട്ട് കൊടുത്തില്ല, പക്ഷേ ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ബെഡ്റൂമുകൾ വേണ്ടേ. ഇവിടെ എക്സ്ട്രാ നമുക്ക് ഫോൾഡബിൾ ആയിട്ടില്ല, ആവശ്യമില്ലാത്ത സമയത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഇതുപോലുള്ള ബെഡ് കോട്ടുകളൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെഡ് കോട്ടുകൾ. ഇതാകുമ്പോൾ നമുക്ക് കുറഞ്ഞ ആളുകൾ വരുമ്പോൾ നമുക്ക് ഇതുപോലെ സ്ക്രീനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ മൾട്ടി പർപ്പസ് ആയിട്ട് ബെഡായിട്ടും യൂസ് ചെയ്യാം. ഇനി സീലിംഗിലേക്ക് നോക്കി ആവശ്യത്തിനുള്ള ലൈറ്റുകളുണ്ട്. പ്രൊജക്ഷൻ്റെ ടൈമിൽ നമുക്ക് ഓഫ് ചെയ്യാവുന്ന സെപ്പറേറ്റ് സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട്. 3000 സ്ക്വയർ ഫീറ്റുള്ള അടിപൊളി വീട്. ഈ കാണുന്ന പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ചതുരമാണോ, റെക്റ്റാങ്കിൾ ആണോ, അല്ലെങ്കിൽ ഹൊറിസോണ്ടലാണോ, വെർട്ടിക്കലാണോ ഒന്നും പറയാനില്ല. ഡിഫറെൻറ്റ് ഷേപ്പാണ്. ഇങ്ങനെയുള്ള ഷേപ്പിൽ, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഷേപ്പിലാണ് വീട് വെച്ചിരിക്കുന്നത്. വഴി നേരെ ഇങ്ങനെ വരിക.
പിന്നെ നമുക്ക് ഇതാ ഈ ഒരു ഫ്രണ്ടേജ് കിട്ടും. പക്ഷേ ഇവിടെ ഇതാ സ്റ്റാർട്ടിങ് തന്നെ മറ്റൊരു പ്ലോട്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്തിനെ ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്നാലും അതിലെങ്ങനെയാണോ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക അതിൻ്റെ ഭംഗിക്ക് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂവിൽ ഈ റെഡ് ഷേപ്പ് ഒരു അട്രാക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഗ്രേ ഷേപ്പ് കൊണ്ടാണ് ബാക്കിയുള്ള ഏരിയകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു ട്രോപ്പിക്കൽ ഷേപ്പിനെ ഒരു ഫ്ലാറ്റൻ റൂഫും കൂടെ കവർ ചെയ്ത് എങ്ങനെ ഒരു സ്പെഷ്യൽ ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഇതുപോലുള്ള സിറ്റ് ഔട്ടുകൾ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ശ്രദ്ധിച്ച കാര്യം ഈ ഒരു ഡിസൈനിൽ തന്നെയാണ്. അപ്പോൾ ഒരു സാധാരണ സിറ്റ് ഔട്ടിൽ നിന്ന് ഒരു എലിവേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ കൊടുത്തിരിക്കുന്ന മെറ്റീരിയലിലും ടൈലിലും ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല ഡോർ കാണാം. അതുപോലെ ഫ്രണ്ട് ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു വലിയ പ്ലാന്റർ ബോക്സ് ആണ്. അതുപോലെ ഈ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ഡിഫറെൻറ്റ് എലമെൻറ്റ്, അതായത് നമ്മളെ വീടിൻ്റെ സെയിം ലെവലിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന എലമെൻ്റാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി. അതിൽ നിന്ന് കാൻഡിലിവർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് ഭംഗിയായിട്ട് പ്ലാന്റർ ബോക്സ് ഒക്കെ കൊടുത്ത് അടിപൊളി ഒരു റൂഫിൽ പെർഗോളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ബെഡ്റൂം ആണെങ്കിൽ ഒരു പ്രൈവസി കാര്യങ്ങൾ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിലൊക്കെ ഈ ഒരു ബാൽക്കണിയാണ് ഉപയോഗിക്കുന്നത്. ലാൻഡ്സ്കേപ്പ് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോൺ ആണ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്, അതുപോലെ നാച്ചുറൽ ഗ്രാസും അതുപോലെ ഈ ഒരു പ്ലാന്റർ ഏരിയ ഒക്കെ ഇവിടെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹിഡൻ ഏരിയ, ഇത് ഞാൻ പറഞ്ഞു ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്ലോട്ടാണെന്ന്. ഈ ഒരു പ്ലോട്ടിൽ എങ്ങനെ ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റുമോ മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്തു എന്ന് പറയണം. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ലാൻഡ്സ്കേപ്പ് ഏരിയ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിലിതാ നാച്ചുറൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വീടിൻ്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം മെറ്റലിൽ കൊടുത്തിരിക്കുന്ന വിൻഡോ ഫ്രെയിംസ് ആണ്. അതുപോലെ ഗ്രേ സ്കീമിനെ ഏറ്റവും നല്ല കളർ കോമ്പിനേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. റെഡിനെ ഇതിലേക്ക് ഒരു റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബർഗന്തി ടച്ചിലാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള മെയിൻ എലവേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ബാൽക്കണിയുള്ള ഹാൻഡ് റെയിലുകളെല്ലാം ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ഒരു കിടുക്കാച്ചി വീട് തന്നെയാണ്. കൂടുതൽ ഏരിയകൾ നമുക്കറിയാം വിൻഡോകളൊക്കെ വരുമ്പോൾ കളർ കോമ്പിനേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ നാച്ചുറൽ വുഡിൻ്റെ കളറിലാണ് ഈ ഒരു ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ടുള്ളത്. നമസ്കാരം, ശരത്തിൻ്റെ വീടാണ് കാണാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് പ്ലോട്ടിൽ ഇതുപോലൊരു വീട് വെക്കാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ വന്നത് കോഴിക്കോടാണ്. പക്ഷേ ഈ ഒരു ഏരിയ കോഴിക്കോട് ഇപ്പോൾ ടൗണിൽ തന്നെയാണ്, ഒന്നും മാറിയിട്ടാണെങ്കിൽ കൂടി പ്ലോട്ടുകൾ ഇങ്ങനെ സ്ക്വയർ പ്ലോട്ട് കിട്ടാനും ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ഇതുപോലുള്ള ഒരു പ്ലോട്ടിലേക്ക് ഇങ്ങനെ ഒരു വീട് വെക്കുമ്പോൾ ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ ടീമിനെ സജസ്റ്റ് ചെയ്യാനൊക്കെ കുറേ അന്വേഷിച്ചോ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ള പ്രൊജക്റ്റ് കണ്ടിട്ടാണ് മിലാഗ്രീന മെസ്മർ ഫ്ലോർസിനെ പരിചയപ്പെടുന്നതും അന്വേഷിക്കുന്നതും. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സിങ്കായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലുമായിട്ട് മാറുമ്പോഴും നമ്മൾ എക്സ്പെക്റ്റേഷൻസിൽ കൂടുതൽ ക്ലിയറായി വരികയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്തായാലും നമ്മൾ വിചാരിച്ചതിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് സംഭവിച്ചില്ല, അടിപൊളിയായി മാറി. വീട് കണ്ടു അടിപൊളിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. വീട് എന്താണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ആയപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഫീല്? കംപ്ലീറ്റ് ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഈ പ്ലോട്ട് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇതേപോലെ പല ആർക്കിടെക്ട്സിനെയും സെർച്ച് ചെയ്ത് പിന്നെയാണ് ഹസ്ബൻഡ് ഇതുപോലെ ഫ്രണ്ടിൻ്റെ വീട് ചെയ്തത് മെലഗ്രീനയാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം ഇതൊരു പക്കാ സ്ക്വയർ പ്ലോട്ട് അല്ലായിരുന്നു. ഇവിടെ വീട് വെക്കാൻ പറ്റുമോ എന്ന് തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് പ്ലോട്ട് കണ്ടപ്പോൾ തന്നെ മെലഗ്രീന അത് ഓക്കെ പറഞ്ഞു. എന്തായാലും നമുക്കിത് മുന്നോട്ട് പോവാം. ഇങ്ങനെ ഞങ്ങൾ പ്ലാനുമായി മുന്നോട്ട് പോയി. പിന്നെ ഓരോ സ്റ്റേജസും എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയായി വരും എന്ന് ഇമാജിൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഓരോ ഇത് പറഞ്ഞു തരുമ്പോഴും ആർക്കിടെക്റ്റ് അവരുടെ സജഷൻസ് പറയുമ്പോഴും ഇത് എങ്ങനെയാവും കംപ്ലീറ്റ് ആയി വരുമ്പോൾ എങ്ങനെയായിരുന്നു എന്നൊന്നും അറിയില്ല. പക്ഷേ ലാസ്റ്റ് ഒരു ലേഡി ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ കൺസേൺസും ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്കത് എൻ്റെ ഇമാജിനേഷനിലൂടെ ഞാനത് നോക്കി. പിന്നെ അതിനേക്കാൾ ഉപരി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇമാജിൻ ചെയ്തതിനേക്കാളും വളരെ നന്നായിട്ട് ഈ പ്രൊജക്റ്റ് മാറി എന്നുള്ളതാണ്. ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു വലിയ ബിഗ് താങ്ക്സ് ടു ആദി ആൻഡ് മെലഗ്രീന. അവർ രണ്ടുപേരും അത്രയും കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ലാസ്റ്റ് സ്റ്റേജ് വരെ. ഇപ്പം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ പുതിയ വീട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാൻ പറ്റി. ഓക്കെ, ഇതിനകത്ത് വന്നപ്പോൾ തന്നെ ഞാൻ കാണുന്നുണ്ട് വെറൈറ്റി ആയിട്ട് വാട്ടർ ഫീച്ചറുകൾ ഉണ്ട്, ഫൗണ്ടൈൻസ് ഉണ്ട്. ഇതൊന്നും ഒരിക്കലും ഇതുപോലൊരു പ്ലോട്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചു. നമുക്ക് നമ്മുടെ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ബെഡ്റൂംസ് കുറച്ച് പ്രൈവസി വേണമെന്നുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ ശരിക്കും ഇങ്ങനെ ഒരു പ്ലോട്ടിനകത്ത് അതെങ്ങനെയാണ് എടുക്കാമെന്ന് എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വന്നപ്പം എല്ലാം കംപ്ലീറ്റ്ലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഇനി മോളോട് ചോദിക്കാലോ, ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? അതാ ഞാൻ ചോദിക്കും. അടിപൊളിയായി അല്ലേ? ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് കാണിച്ചോ? ഓക്കെ, താങ്ക് യു. മെസ്മർ ഫ്ലോറിങ്സ് ചെയ്ത ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഒരുപാട് ഏരിയകൾ, നമ്മൾ വെറുതെ കിടക്കുന്ന ഏരിയകളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. വേറെ ഒരു വീടാകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും വെറുതെ കിടക്കുന്ന, അല്ലെങ്കിൽ അഭംഗിയായിട്ട്, അതിനൊക്കെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റി എന്നുള്ളതാണ് ഹൈലൈറ്റ്. നിങ്ങളുടെ വീട് പണിയിൽ നിങ്ങൾക്ക് ഒരുപാട് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വീഡിയോ കണ്ട ആർക്കും നഷ്ടമാവില്ല എന്നറിയാം. എന്നാലും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാം. നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.